ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. ആ 3 ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, അത് മാത്രം മതി. അല്ല, ലൊക്കേറ്റേഴ്സ് യൂസർ നെയിം പാസ്വേഡ് അല്ലേ? യൂസർ നെയിമിനെ ലൊക്കേറ്റേഴ്സ് മീൻസ് ആ യൂസർ നെയിമിനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, എന്നിട്ട് നമ്മൾ യൂസർ അത് ഞാൻ വേരിയബിളിലല്ല കൊടുത്തേക്കുന്നത്, ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ജസ്റ്റ് എന്നാ അവിടുന്ന് എന്ത് ചെയ്യാ, ആ ലൊക്കേറ്റേഴ്സിനെ മാത്രം കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒരു വേരിയബിളിലാക്കി ഇടും. ഇതേപോലെ ഇതിനകത്ത് ചേഞ്ചസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ആദ്യം നമുക്ക് ജസ്റ്റ് കോപ്പി ചെയ്തിട്ടു. ഒരു സെക്കൻഡ്. അത്രയും ചെയ്തിട്ട് പറയണേ. ചെയ്തു. ചെയ്തോ? ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ലോഗിൻ പേജിന് മൊത്തത്തില് ഈ എന്ത് ചെയ്യണം, ഈ യൂസർ നെയിം, പാസ്വേഡ്, ലോഗിൻ ബട്ടൺ, ഇത്രയും കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് നോക്കിയേ, നമ്മൾ എന്താ ചെയ്തേക്കുന്നത്, പേജ് ഡോട്ട് ലൊക്കേറ്റർ എന്നാ പറഞ്ഞു കൊടുത്തേക്കുന്നത്. പക്ഷെ ഇവിടെ ഇതിന് പേജിന് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പേജിന് നമ്മുടെ ഡെമോ സ്പെക്കില് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേജിന് പിക്ചർ ആക്കി പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ ഡെമോ സ്പെക്ക് എടുത്ത് കണ്ടോ, അതിനകത്ത് നമ്മൾ പേജിലൊരു ഫിക്സ്ചർ ആക്കി പാസ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്, അവിടുന്ന് ഇതിനെ കിട്ടിയത്. പക്ഷെ ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഫിക്സ്ചർ ആക്കിയിട്ടൊന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലത്ത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒബ്ജക്റ്റ് ഇതിനെ തൊടണ്ട, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ഒരു കോപ്പി ഫയൽ ഉണ്ടാക്കുക. എന്തിന്റെ, ഡെമോ പ്രൊജക്ട് 1 സ്പെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു കോപ്പി ഫയൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിനകത്ത് നമുക്ക് പേജ് ഒബ്ജക്റ്റ് ആക്കിയിട്ട് ചെയ്യാം. ഇത് ഇതേപോലെ തന്നെ ഇരുന്നോട്ടെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതല്ലേ ഈ രീതി. അപ്പൊ ഇത് ഇതുപോലെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിന്റെ ഒരു കോപ്പി ഫയൽ ക്രിയേറ്റ് ചെയ്തേ. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്താൽ അതിന്റെ ഒരു കോപ്പി എന്ന് പറഞ്ഞിട്ട് വരും. അത് റീനെയിം ചെയ്താൽ മതി. ജസ്റ്റ് കോപ്പി ചെയ്താൽ മതിയോ? അതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക, എന്നിട്ട് പേസ്റ്റ് ചെയ്യുക അവിടെ തന്നെ സ്പെക് ഫയലിനകത്ത് തന്നെ. അതെ, അവിടെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചെയ്യുക. താഴെ കണ്ടോ കോപ്പി? ഓക്കെ, ഇനി അവിടെ തന്നെ ടെസ്റ്റിനകത്ത് തന്നെ എന്ത് ചെയ്യാൻ, ന്യൂ സ്പെക് ഫയൽ പോലെ പേസ്റ്റ് ചെയ്യുക. ടെസ്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ടെസ്റ്റസ് കണ്ടോ ഓക്കെ, പേസ്റ്റ് ചെയ്യാം. ഇനി ഇതിനെ റീനെയിം ചെയ്യുക. ഇതിപ്പോ കോപ്പി സ്പെക് എന്നൊക്കെ അല്ലേ വന്നേക്കുന്നത്, അതിനെ റീനെയിം ചെയ്തേക്ക്. പ്രൊജക്ട് 2 അല്ലെങ്കിൽ പിഒ എന്ന് കൊടുത്തോ അതിന്റെ ബാക്ക് എവിടെയെങ്കിലും, കാരണം പ്രൊജക്ട് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട്. ഓക്കെ, ആ കോപ്പി എന്നുള്ളത് കളഞ്ഞേക്ക്. ബാക്കിയൊക്കെ അതേപോലെ. എന്നിട്ട് എൻ്റർ ചെയ്തോ. നമുക്ക് ഇതിനകത്ത് ചെയ്യാം, കാരണം എന്താ, അത് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ചതാണ്. അതിനകത്ത് ഇനിയിപ്പോൾ ചേഞ്ചസും കാര്യങ്ങളൊന്നും ചെയ്യണ്ട, അത് റണ്ണുമാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് ആവശ്യമുള്ള യൂസർ നെയിം, പാസ്വേഡ്, പിന്നെന്തായിരുന്നു ലോഗിൻ ബട്ടൺ, ഇത്ര എടുത്തു. ഇനി അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം കളയാൻ പോവാം. അതായത് ആ ലൊക്കേറ്റേഴ്സിന് മുഴുവൻ അവിടുന്ന് എന്ത് ചെയ്യാം, ഒന്നില്ലെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് കളഞ്ഞേക്കുക. കളഞ്ഞുകൊണ്ടും കുഴപ്പമില്ല. ഓക്കെ, അതിനെ മൊത്തം കമന്റ് ചെയ്തിട്ടു. ഓക്കെ, ഇനി നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ, ഈ ലോഗിൻ പേജിന് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. മീൻസ് ഇതിന്റെ ഒബ്ജക്റ്റ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യാം, കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യണം. മീൻസ് അത് എവിടെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണ്ടേ, എനിക്ക് ഈ സ്പെക് ഫയലിനകത്താ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പൊ ജസ്റ്റ് ഞാൻ ആദ്യത്തെ ഒരെണ്ണം പറഞ്ഞുതരാം,
ജസ്റ്റ് ഒന്ന് എൻ്റർ ക്ലിക്ക് ചെയ്തേ. ഇവിടെ ടെസ്റ്റിന്റെ ഗോ ടു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിൽ കൊടുത്തേക്കും. ഗോ ടു കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ലൈനിലായിട്ട് കൊടുത്തേക്കും ലോഗിൻ പേജിന്. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു വേരിയബിൾ നെയിലേക്ക് വെക്കണം. അപ്പൊ ടൈപ്പ് ആദ്യം പറഞ്ഞു കൊടുക്കുക ലോഗിൻ പേജ്. ലോഗിൻ പേജ് എന്ന് പറഞ്ഞു കൊടുക്കുക. ക്യാപിറ്റൽ ലോഗിൻ പേജ്. ലോഗിൻ പേജിന് നമ്മൾ ആദ്യം ഇവിടെ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അതെടുത്താൽ അത് ക്ലിക്ക് ചെയ്ത് അതിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് ആവണമെങ്കിൽ അവിടുന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം ആ ക്ലാസ്സിൽ. അപ്പൊ നമ്മുടെ ലോഗിൻ പേജ് ക്ലാസ് എടുത്ത് എങ്ങനെ എക്സ്പോർട്ട് ചെയ്യാം? എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കണം. താഴെ അവിടെ തന്നെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞൊരു കീവേഡ് കൊടുക്കണം. ക്ലാസ്സിന് മുന്നേ എക്സ്പോർട്ട് കീവേഡ് കൊടുക്കണം. ഓർമ്മയില്ലേ? എക്സ്പോർട്ട് കൊടുത്താലാണ് നമുക്ക് അതിനെ എവിടെയെങ്കിലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ലോഗിൻ പേജ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടെ സെലക്ട് ചെയ്ത് അപ്പൊ ചിലപ്പോൾ വരും. ലോഗിൻ പേജ് ഇല്ലെങ്കിൽ നമ്മൾ ഓക്കെ ലോഗിൻ പേജ് വന്നു. ഈ ലോഗിൻ പേജിന് ഇനി എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു വേരിയബിൾ നെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. കുഞ്ഞെന്തെങ്കിലും പേര്, LG എന്നോ അല്ലെങ്കിൽ ലോഗിൻ പേജിന്റെ ക്യാപിറ്റൽ ലെറ്റർ ഉള്ളത് സ്മോൾ ലെറ്റർ ആക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു വേരിയബിൾ. അവിടെ അല്ലടാ, ലോഗിൻ പേജ് LG ഈക്വൽ ടു ന്യൂ ലോഗിൻ പേജ്. ലോഗിൻ പേജ് ന്യൂ ലോഗിൻ പേജ് സ്പേസ് ഇട്ടിട്ട് ലോഗിൻ പേജ് അല്ല കോൺസ്റ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ 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 എന്നിട്ട് സെമി കോളൻ ഇട്ടെ പുറത്ത്. ഓക്കെ, ഈ ലോഗിൻ പേജ് മാറ്റിയിട്ട് അത് കോൺസ്റ്റ് ആക്കുക. അവിടെ ലോഗിൻ പേജ് അല്ല, അത് കോൺസ്റ്റ് ആക്കുക. ഒരു കോൺസ്റ്റ് ടൈപ്പിലേക്ക് വെച്ചു. കോൺസ്റ്റ് LG ഈക്വൽ ടു ന്യൂ ലോഗിൻ പേജ് മീൻസ് എന്താണ്, ഈ LGയുടെ അകത്താണ് ഇപ്പൊ എന്തുള്ളത്, ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്തിട്ടില്ലേ, റൗണ്ട് ബ്രേസസ്, ഇതാണ് എന്ത് കൺസ്ട്രക്ടർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഈ പേജിനെ ഇവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുക്കുക കൺസ്ട്രക്ടറിലേക്ക്. അപ്പൊ ജസ്റ്റ് ആ പേജിനെ അവിടെ നിന്ന് പാസ് ചെയ്ത് കൊടുത്തേ, പേജ് എന്ന് പാസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗിൻ പേജിനകത്ത് നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റും, പേജിനെ കിട്ടും. ലോഗിൻ പേജ് എടുത്തേ, നമ്മുടെ പേജ് ഫയല്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് കൊടുക്കുക, കൺസ്ട്രക്ടറിനകത്ത് അവിടുന്ന് പാസ് ചെയ്ത പേജിന് ഇവിടെ കൺസ്ട്രക്ടറിന്റെ ഉള്ളില് നമ്മൾ എവിടെയാ പാസ് ചെയ്ത് കൊടുത്തേ, കൺസ്ട്രക്ടറിനകത്ത്. അതേപോലെ ഇവിടെ എന്ത് ചെയ്യുക, കൺസ്ട്രക്ടറിന്റെ ഉള്ളില് എവിടെയാത്, ആ റൗണ്ട് ബ്രേസസിന്റെ ഉള്ളില് പേജിന് റിസീവ് ചെയ്യുക. ഇതിപ്പോ നമ്മൾ എന്താ ചെയ്തത്, നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ പേജ് ഡോട്ട് ലൊക്കേറ്റേഴ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പേജ് ഡോട്ട് ലൊക്കേറ്റേഴ്സിന്റെ പേജിന് ലൈഫ് ഇല്ല മീൻസ് പേജിനെ നമ്മൾ എവിടെ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, സ്പെക് ഫയലിൽ മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് ലോഗിൻ പേജിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഒബ്ജക്റ്റ് വഴി ഇങ്ങോട്ട് പാസ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി ഇതിന് ലോഗിൻ പേജിന്റെ ഇതെല്ലാം ലൊക്കേറ്റ് ചെയ്ത ശേഷം നമുക്ക് അടുത്തത് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ വേണം. അതായത് എന്തിനാ, നമ്മുടെ സ്പെക് ഫയൽ എടുത്ത് വീണ്ടും സ്പെക് ഫയൽ എടുത്ത് അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് കിടക്കുന്ന ലൈൻ എന്താ, അവൈറ്റ് പേജ് ഗോ ടു. അതായത് ഈ ഒരു ലൈനിന് നമുക്ക് എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ഒരു ഫംഗ്ഷനിനകത്ത് ക്രിയേറ്റ് ചെയ്യാം. അത് അവിടുന്ന് കട്ട് ചെയ്തെടുത്തേ, നമുക്ക് ഇനി അതിന് അവിടെ ആവശ്യമില്ല, ജസ്റ്റ് അത് കട്ട് ചെയ്തോ. ഓക്കെ, ഇനി നമ്മുടെ ലോഗിൻ പേജിൽ വന്നേ, ഇതിനെ കൺസ്ട്രക്ടറിന്റെ പുറത്ത് വന്ന് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. എന്താണ് ഈ ഫംഗ്ഷൻ നെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ എന്നുള്ളതാണ് നമ്മൾ നെയിം കൊടുക്കുന്നത്. നമ്മളിപ്പോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ഗോ ടു ആയിട്ട് മീൻസ് എന്താ ലോഗിൻ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ജസ്റ്റ് ഗോ ടു എന്നോ അല്ലെങ്കിൽ ഗോ ടു ലോഗിന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നെയിം കൊടുക്കുക. ടി എല്ലാം ക്യാപിറ്റലിൽ കൊടുക്കണം. ഫംഗ്ഷൻ നെയിം കൊടുക്കുമ്പോൾ ഇപ്പോൾ അങ്ങനെ കൊടുക്കും, G സ്മോൾ ലെറ്റർ കൊടുത്താൽ മതി. അങ്ങനെയല്ല അതിന്റെ. ഓക്കെ, ഇനി ലോഗിൻ സെയിം ഒരു അത്രയും മതി. എന്നിട്ട് അതൊരു ഫംഗ്ഷനാണ്. ബ്രേസസ് പുറത്ത് ഓപ്പൺ ചെയ്ത് ഫംഗ്ഷൻ എങ്ങനെ ഓപ്പൺ ചെയ്യാം അവിടെ. ഓക്കെ, അതങ്ങനെ തന്നെ. ഇനി എന്ത് ചെയ്യാം, ഒരു കെളി ബ്രേസസും കൂടെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കൺസ്ട്രക്ടറിന്റെ മുകളിൽ കൊടുത്താലും മതിയോ ഇത്?
കൺസ്ട്രക്ടറിന്റെ താഴെ നമ്മൾ എല്ലാം കൺസ്ട്രക്ടറിലെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് അതിനെല്ലാം ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം, അവിടുന്ന് കോപ്പി ചെയ്ത കാര്യം ഇവിടെ പേസ്റ്റ് ചെയ്തിടാം. നമ്മളൊരു കട്ട് ചെയ്തിട്ടില്ലേ അവിടുന്ന്. ഓക്കെ, ഇത് അവൈറ്റ് ആണ്. അവൈറ്റ് ആവുമ്പോ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം? അവൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരിക്കണം? അസിങ്ക് ആയിരിക്കണം. അപ്പൊ നമ്മുടെ ഫംഗ്ഷന് തൊട്ട് മുന്നിൽ അസിങ്ക് കീവേഡ് യൂസ് ചെയ്യാം. അവിടെ തന്നെ അസിങ്ക്. ഓക്കെ, അപ്പൊ ആ എറർ പോയി, കണ്ടില്ലേ? ഇതാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിനകത്ത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഈ പേജിന്റെ ലൈഫ് ആ ഒരു കൺസ്ട്രക്റ്റിനകത്ത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കൺസ്ട്രക്റ്റിനകത്തേക്ക് പാസ് ചെയ്തു പേജ് നമുക്ക് അവിടെ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ആ പേജിനെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ക്ലാസിന്റെ വേരിയബിൾ ആക്കി മാറ്റണം. ഈ പേജിനെ മാത്രമല്ല, ഈ യൂസർ നെയിം ആണെങ്കിലും പാസ്വേഡ് ആണെങ്കിലും ലോഗിൻ ബട്ടൺ ആണെങ്കിലും എല്ലാം നമുക്ക് എന്ത് ചെയ്യണം? ഇതിപ്പോ ആ കൺസ്ട്രക്ടറിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ കോൺസ്റ്റിന് പകരം ദിസ് ഡോട്ട് എന്ന് യൂസ് ചെയ്യാം. മീൻസ് കോൺസ്റ്റ് കളഞ്ഞിട്ട് ദിസ് ഡോട്ട് യൂസർ നെയിം ഇപ്പൊ കൊടുത്തേക്കുന്ന സെയിം തന്നെ, ബാക്കിയെല്ലാം ഇപ്പൊ കൊടുത്തേക്കുന്ന പോലെ തന്നെ ദിസ് ഡോട്ട് സ്പേസ് വേണ്ട. ഓക്കെ, അതേപോലെ അല്ല, അതേപോലെ ആക്കിയേ. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് പേജിന് ഇവിടെ ഡിഫൈൻ ചെയ്ത് ഇടണം. ദിസ് ഡോട്ട് പേജ് ഈക്വൽ ടു പേജ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നിടണം. ദിസ് ഡോട്ട് പേജ് ഈക്വൽ ടു പേജ്. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി പേജ് വിളിക്കുന്നിടത്തൊക്കെ നമ്മൾ എന്തിനെ വിളിക്കണം? ദിസ് ഡോട്ട് പേജ് എന്ന് വിളിക്കണം. നമ്മളെല്ലാം എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്? ദിസ് ഡോട്ടിലേക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ പേജ് അല്ല വിളിക്കാൻ പോകുന്നത്, ദിസ് ഡോട്ട് എന്നാ. അതായത് ഇപ്പൊ ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? അവൈറ്റ് പേജ് ഡോട്ട് ഗോ ടു കൊടുത്തതിന് പകരം ദിസ് ഡോട്ട് പേജ് എന്ന് വിളിക്കാം. ഓക്കെ, ഇപ്പൊ എന്തായിരിക്കും? പേജിന് ഇവിടെ ലൈഫ് ഉണ്ടായിരിക്കും. കാരണം എന്താ? പേജിന് നമ്മൾ കൺസ്ട്രക്ടറിനകത്ത് ദിസ് ഡോട്ട് വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ ഡെമോ സ്പെക് അതെടുത്ത് ഇതിനകത്ത് നിന്ന് ഇനിയിപ്പോ എന്താണ്? ലോഗിൻ പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റ്, അതായത് 5th ലെയറിൽ നമ്മൾ ലോഗിൻ പേജിലേക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം നെക്സ്റ്റ് ലൈനിൽ ഈ ലോഗിൻ പേജിനകത്തുള്ള ഗോ ടു ലോഗിനിലേക്ക് പോകണം. അപ്പൊ അതെങ്ങനെയാ പോവുക? അതായത് എനിക്കിപ്പോ ഒരു മെത്തേഡിനെ എങ്ങനെയാ വിളിക്കുക? അതിനെ ഇവിടെയാണ് വിളിക്കേണ്ടത്. എനിക്ക് ഈ ഗോ ടു ലോഗിനിലേക്ക് വരണം. അപ്പൊ എങ്ങനെയാ വിളിക്കാം? LG ഡോട്ട് അങ്ങനെയല്ല, അതായത് ക്ലാസ് നെയിം വിളിക്കണം. ക്ലാസ് നെയിമിന്റെ റെഫറൻസ് വേരിയബിൾ നമ്മളിവിടെ കൊടുത്തേക്കുന്നത് എന്താ? LG ആ. LG ഡോട്ട് കണ്ടോ ആ ഒരു മെത്തേഡ് ഇതിനകത്ത് വന്നേക്കുന്ന ആ മെത്തേഡിനെ കോൾ ചെയ്യാം. മെത്തേഡ് അതായത് ആ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്തു. ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ ഫംഗ്ഷൻ എന്ത് വേണം? നമ്മൾ കോൾ ചെയ്യണം. പറഞ്ഞില്ലേ നമ്മൾ ഫംഗ്ഷന്റെ കാര്യം പറഞ്ഞ സമയത്ത്, പഠിച്ച സമയത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേക്കാണ്? ഫംഗ്ഷനെ കോൾ ചെയ്തേക്കാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇനി ഈ സ്പെക് ഫയലില്ലേ PO ഡെമോ, ഇതിനെ ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇതിനകത്തുനിന്ന് നമ്മളിപ്പോ എന്താ ചെയ്തേക്കുന്നത്? ലോഗിൻ പേജിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് ഈ ഗോ ടു പേജിനെ അങ്ങോട്ട് മാറ്റി. അല്ല, ഗോ ടു എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ലൈന് മാത്രം ഞാൻ പേജിലേക്ക് മാറ്റി. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുണ്ട്. പക്ഷെ ഇത് ഇത്രയും വരെ വർക്ക് ആവുന്നുണ്ടോ ഇല്ലേ നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് ഇതിന് ശേഷം വന്നതാണ്. ആ യൂസർ എല്ലാം നമ്മൾ അവിടുന്ന് അതെല്ലാം ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്തിട്ട് നമ്മൾ യൂസർ എല്ലാം അവിടെ കമന്റ് ചെയ്തിട്ടേക്കല്ലേ, അതുകൊണ്ടാ. ഓക്കെ, അത് കമന്റ് ചെയ്ത് ഇടണ്ട. നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യാം. എന്നിട്ട് ഇത് ഫുള്ള് റൺ ചെയ്യാം. കാരണം അതിനകത്തൊക്കെ ഇനി ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ യൂസർ നമ്മൾക്ക് കിട്ടുന്നില്ല. കാരണം എന്താ? യൂസർ നമ്മൾ അവിടുന്ന് കൊണ്ടുപോയി.
അങ്ങോട്ട് കളഞ്ഞു കമന്റ് ചെയ്തിട്ടേക്കല്ലേ. ലൊക്കേറ്റർ. ലൊക്കേറ്റേഴ്സ് എല്ലാം നമ്മൾ അവിടുന്ന് ചേഞ്ച് ചെയ്തു, അതുകൊണ്ട് അത് കിട്ടാത്ത. ഓക്കെ, സിജിക്ക് കിട്ടിയോ? ഇല്ല, എനിക്ക് എററാണ്. എനിക്ക് എന്തോ NBX playwright നോട്ട് ടെസ്റ്റ് ഫൗണ്ട് അങ്ങനെ കിടക്കുന്നത്. അതായത് യൂസർ ഈസ് നോട്ട് ഡിഫൈൻഡ്. അല്ല, വേറെന്താണല്ലോ ഇത്. ഞാൻ അത് കളയുവാ ചെയ്തേ. എന്തോ എവിടെയോ യൂസ് ചെയ്തു. സോറി. നമ്മൾ ഈ പുതിയതായിട്ട് ചെയ്ത ഫയലല്ലേ റൺ ചെയ്യണ്ടേ? അതേടാ, അത് പ്രൊജക്ട് ഒബ്ജക്റ്റ് ഇതല്ലേ പുതിയതായിട്ട് ചെയ്തേക്കുന്ന സ്പെക് ഫയൽ. പ്രൊജക്ട് ഒബ്ജക്റ്റ് സ്പെക്. അപ്പൊ പഴയ ഫയൽ ഇതല്ലേ മറ്റേ? അല്ല, ഇതാണ് പഴയ ഫയല്. ഇത് പ്രൊജക്ട് ഒബ്ജക്റ്റ് സ്പെക് ഫയൽ. ഇതെന്താ കളർ ഡിഫറൻസ്? ഇതിനകത്ത് ചെയ്തേക്കുന്ന മിസ്റ്റേക്ക് നോക്കിയേ. നമ്മള് കോൺസ്റ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു, എന്നിട്ട് ലോഗിൻ പേജിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. പക്ഷെ അതിന് മുന്നേ മെത്തേഡിന് കോൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കോൾ ചെയ്താൽ കിട്ടുമോ? മെത്തേഡ് നമുക്ക് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ ലോഗിൻ അവിടെ ലൈഫ് ഉള്ളൂ. ഓക്കെ, ഇപ്പൊ അത് കളർ ചേഞ്ച് ആയി. ഇനി എന്താ ഉള്ളത്? ഒന്ന് റൺ ചെയ്ത് എക്സ്പ്ലോറേറ്റ്. ഇതിന്റെ സ്പെക് ഫയൽ കറക്റ്റ് ആയിട്ടില്ല. ആ സ്പെക് ഫയലിനൊന്ന് റീനെയിം ചെയ്തേടാ, ഒന്നും കൂടെ ഡോട്ട് അതിനൊന്ന് റീനെയിം ചെയ്ത്. ജസ്റ്റ് എന്തെങ്കിലും PO ഡെമോ അങ്ങനെ എന്തെങ്കിലും പ്രൊജക്റ്റ് ഒബ്ജക്റ്റ് കൊടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല. PO ഡെമോന്നോ അല്ലെങ്കിൽ PO പ്രൊജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്ത്. ഓക്കെ, ഇനി എൻ്റർ ചെയ്തിട്ട് ഇതൊന്ന് റൺ ചെയ്ത് നോക്കിയാ. ഈ സ്പെക്ക് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ടോ? ആ സ്പെക്ക് കഴിഞ്ഞിട്ട് ഡോട്ട് അതൊന്ന് റീനെയിം ചെയ്ത്. ഓക്കെ, ഇനി ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത്. അതായിരുന്നു ഇഷ്യൂ. ഒരു കളർ മാറിയിട്ടിരിക്കുന്നുണ്ടായിരുന്നില്ല. നോക്കാം. റൺ ചെയ്യുമ്പോഴും നമ്മൾ ഫയൽ നെയിം മാറ്റിയില്ലേ, അത് കൊടുക്കും. ടെസ്റ്റ് PO ഡെമോ ഡോട്ട് സ്പെക് ഡോട്ട് ചേഞ്ച്. അതെന്താന്ന് വെച്ചാൽ അതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് കളഞ്ഞെന്നല്ല പറഞ്ഞാൽ. ലോഗിൻ പേജിനകത്ത് ജസ്റ്റ് എന്ത് ചെയ്തു? ഓക്കെ, ഇത്രയും വേണം. ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേണ്ട, നമുക്ക് അവിടെ ലൊക്കേറ്റ് മാത്രം ചെയ്താൽ മതി. ഫില്ല് ചെയ്യാനുള്ളത് അപ്പുറത്താ വേണ്ടത്. കുഴപ്പമില്ല, ഇപ്പൊ അത് കളയണ്ട അവിടെ ഇരുന്നോട്ടെ. കളയണ്ടടാ, നമുക്ക് ആവശ്യമുള്ളത് അത് അങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഫില്ല് ചെയ്യാനുള്ള മെത്തേഡും കൂടെ ഇതിനകത്ത് ചെയ്തതിന് ശേഷം അത്രയും വരെ റൺ ചെയ്യിപ്പിക്കാം.
അപ്പൊ ശരി ശരി. അടുത്തതായിട്ട് ഇനിയിപ്പോ അസിങ്ക് ഗോ ടു ചെയ്ത പോലെ എനിക്ക് അടുത്തതായിട്ട് ഒരു ഫംഗ്ഷൻ വേണം. ഇതിനകത്ത് തന്നെ ലോഗിൻ ബട്ടണിനകത്ത് തന്നെ ഒരു ഫംഗ്ഷൻ വേണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം, ജസ്റ്റ് വാലിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടാക്കുക. വാലിഡേറ്റ് ലോഗിൻ ഇപ്പൊ നമ്മൾ ഗോ ടു ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് അസിങ്ക് കൊടുക്കേണ്ടി വരും അല്ലേ? അസിങ്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ അതിനകത്ത് അവൈറ്റ് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ എന്തായാലും. അപ്പൊ എന്ത് ചെയ്യാണ്, ഒരു അവൈറ്റ് വാലിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ചെയ്ത ആ ഫില്ല് ചെയ്യാൻ കൊടുത്തോ. ഹലോ, കൊടുത്തു. ഓക്കെ. വാലിഡേറ്റ് ലോഗിനകത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങള് ഈ ഒരു ഇതാ നമ്മുടെ മെയിൻ സ്പെക് ഫയലിനകത്ത് എന്തുണ്ടാവും, നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടില്ലേ, യൂസർ ഡോട്ട് ഫില്ല് എന്ന് പറഞ്ഞു കൊടുത്തിട്ടില്ലേ നമ്മള്, ഇല്ലേ? നമ്മുടെ മെയിൻ സ്പെക് ഫയലിനകത്ത് യൂസർ ഡോട്ട് ഫില്ല്. ഓക്കെ, വെറും യൂസറിന് യൂസ് ചെയ്താൽ പോരാ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് യൂസർ യൂസ് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഫില്ല് എന്ന് പറഞ്ഞു കൊടുത്തേ, ഫില്ല്. ഇനി അത് നിങ്ങൾ എന്ത് ചെയ്യാം, അവിടുന്ന് അത് കോപ്പി ചെയ്ത് ഇട്ടാൽ മതി. സിജിയെ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്ത് ഇവിടുന്ന് തന്നെ അത് കട്ട് ചെയ്തിട്ടേക്ക്. നിങ്ങൾ താഴെ നിങ്ങൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും യൂസർ ഡോട്ട് ഫില്ല് എന്നുള്ളത്. അതിനെ അതേപോലെ കോപ്പി ചെയ്ത് ഇവിടെ കൊടുത്തിടുക. ഇവിടെ കൊടുത്തിടുമ്പോൾ എന്ത് ചെയ്യണം, ഈ യൂസറിനെയും പാസ്വേഡിനെയും ഒക്കെ എന്ത് ചെയ്യണം, ദിസ് ഡോട്ട് ആക്കണം. അത്രേ ഉള്ളൂ. ദിസ് ഡോട്ട് പാസ്വേഡ് എന്നാക്കുക. പാസ്വേഡ് താഴെ പാസ്വേഡ് തന്നെയല്ലേ വേരിയബിൾ നെയിം കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്ത് കൊടുക്കുക, അത്രയും കോപ്പി ചെയ്ത് വിടാം. മനസ്സിലായോ? ഹൃദയക്ക് മനസ്സിലായോ? വാലിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അതിനകത്ത് അത് വേണ്ടടാ, ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നതല്ല, അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ടില്ലേ, അത് എന്ത് ചെയ്തു, ഫില്ല് ചെയ്തു. ഓക്കെ, ഇതുപോലെ തന്നെ കറക്റ്റ് യൂസർ നെയിം പാസ്വേഡ് ഫില്ല് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുത്തു. എനിക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ബട്ടനെ ക്ലിക്ക് ചെയ്യാനും അതിനകത്ത് തന്നെ പറഞ്ഞു കൊടുക്കാം. അത്രയും ചെയ്യാം. ലോഗിൻ ബട്ടൺ ഡോട്ട് ക്ലിക്ക്. ഇനി മുകളിൽ മറ്റേ സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യാം, ഇതെല്ലാം കളഞ്ഞേക്കാം. അതായത് നമ്മുടെ കോപ്പി ചെയ്ത ഫയലിനകത്ത് നിന്ന് കളഞ്ഞാൽ മതി. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ ഗോട്ട് വിളിച്ച പോലെ തന്നെ എന്തും കൂടെ ചെയ്യാം, വാലിഡേറ്റ് ലോഗിന് അവിടെ പോയി വിളിക്കാം. ഗോട്ടുവിന്റെ തൊട്ട് താഴെ ലോഗിൻ ഡോട്ട് വാലിഡേറ്റ് ലോഗിൻ. ഇത്രയും ചെയ്തിട്ടൊന്ന് റൺ ചെയ്ത് നോക്കിയേ. ഒരു സെക്കൻഡ്, ഇതിന്റെ ആ ലോഗിൻ പേജ് ഒന്ന് കാണിക്കോ? അതായത് എന്താണ് ഡൗട്ട്? അതിന്റെ താഴെ വാലിഡേറ്റ് ലോഗിൻ എന്നുള്ളതില് നമ്മളിപ്പോ സ്റ്റാൻഡേർഡ് യൂസറും ഓക്കെ ലോഗിൻ ബട്ടൺ അവിടെ തന്നെ കൊടുത്തൂല്ലേ? ലോഗിൻ ബട്ടണിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പൊ പേജ് ഒബ്ജക്റ്റിൽ അതെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞോ? നമ്മുടെ മെയിൻ ഫയലിന് അതെല്ലാം കളഞ്ഞിട്ട് പകരം എന്ത് ചെയ്തു, സ്പെക് ഫയലിനകത്ത് വാലിഡേറ്റ് ലോഗിനെ മാത്രം കണ്ടോ, നമ്മൾ ലോഗിൻ ഡോട്ട് ഗോ ടു വിളിച്ചില്ലേ, അതേപോലെ ലോഗിൻ ഡോട്ട് വാലിഡേറ്റ് വിളിക്കുക. എന്നിട്ട് മറ്റടുത്ത് അതെല്ലാം കളഞ്ഞേക്ക്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പേജിനകത്തേക്ക് എല്ലാം കൊണ്ടുപോയി ഇട്ടിട്ടുണ്ട്. അത്രയും ചെയ്തിട്ട് ജസ്റ്റ് റൺ ചെയ്യാം. നമുക്ക് മനസ്സിലായോ? ഞാൻ ലാസ്റ്റ് മറ്റേ ക്ലാസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ? എന്താണ് കൺസ്ട്രക്ടർ ഉള്ള ലോഗിൻ പേജ് ഡോട്ട് ജെയിംസ് കുറച്ചൊന്ന് മേളിലോട്ട് എടുക്കോ? വാലിഡേറ്റ് ലോഗിൻ നോക്കണം. ഓക്കെ ഓക്കെ, ഇനി ഇതൊന്ന് ടെസ്റ്റ് റൺ ചെയ്ത് നോക്കിയാൽ മതി. കൃത്യ ടെസ്റ്റ് റൺ ചെയ്ത് നോക്കുമോ?
റണ്ണായി. മീൻസ് നമ്മൾ ആകെ ബാക്കിയെല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇരിക്കണത്. ആദ്യത്തെ ലോഗിൻ പേജിനെ മാത്രം നമ്മൾ എന്ത് ചെയ്തു, ഒരു പേജ് ആക്കി ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേപോലെ ലോഗിൻ പേജ്, പ്രൊഡക്റ്റ് പേജ്, കാർഡ് പേജ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം പേജസ് ഉണ്ടാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. പിന്നെ ഇപ്പൊ ലോഗിൻ പേജ് മാത്രം മതി. ഹൃതിക്ക് കിട്ടിയോ? കിട്ടി. ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് പറയോ, അതായത് ലോഗിൻ പേജ് നമ്മൾ ചെയ്തതൊന്നുകൂടി. ലോഗിൻ പേജ് പറഞ്ഞ് നമ്മൾ ചെയ്തേക്കാം. അതായത് ഒരു ക്ലാസ് പോലെ ചെയ്തേക്കുന്നത്. ഇതിപ്പോ ഫോണിൽ തോന്നുന്നു, ചാർജർ ഓഫീസിലാണ്, പറഞ്ഞില്ല. ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തേക്കാം, ലോഗിൻ പേജ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തേക്കാം. ക്ലാസ്സിനകത്ത് നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തേക്കാം. ക്ലാസ് ആകുമ്പോൾ ഒരു കൺസ്ട്രക്ടർ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജാവാസ്ക്രിപ്റ്റിന്റെ ക്ലാസ് കൺസ്ട്രക്ടർ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ. എന്നിട്ട് ഈ കൺസ്ട്രക്ടറിനകത്ത് നമുക്ക് ഈ ക്ലാസ്സിന് കോമൺ ആയിട്ടുള്ള എല്ലാം എന്ത് ചെയ്തേക്കാണ്, ഈ കൺസ്ട്രക്ടറിനകത്ത് ഇട്ടേക്കാം. ഓക്കെ, അപ്പൊ ഈ കൺസ്ട്രക്ടറിനകത്ത് ഉള്ളത് കൺസ്ട്രക്ടറിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഈ ക്ലാസ്സിൽ മൊത്തം ക്ലാസ്സിന്റെ വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിനെ ദിസ് ഡോട്ട് യൂസർ എന്ന് പറഞ്ഞു കൊടുത്തു, കോൺസ്റ്റ് മാറ്റിയിട്ട്. പിന്നെ ഈ കൺസ്ട്രക്ടറിന്റെ ഉള്ളിൽ തന്നെ പേജിനെ പാസ് ചെയ്ത് കൊടുത്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ